ഇതിനിടയിൽ സാന്ദർഭികമായ ഒരു കാര്യം, ഞാൻ ശ്രീ സജീവനിലേക്ക് വരുന്നു. ഉമർ ഫൈസി മുക്കം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 2006 ഇതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ളൊരു സഹകരണത്തിൻ്റെ പ്രശ്നം, ലീഗ് നേതൃത്വത്തിൻ്റെ സഹകരണത്തിൻ്റെതായ ഒരു സാഹചര്യം വന്നപ്പോഴത്തെ വിമർശനം അവതരിപ്പിച്ചപ്പോൾ അന്ന് ഹൈദരലി തങ്ങൾ അത് വളരെ സഹിഷ്ണുതയോടെ കേൾക്കുകയും അതിനനുസരിച്ച് തീരുമാനങ്ങളിലേക്കും അതിനനുസരിച്ച് മുന്നോട്ട് പോയൊരു കാലം മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി എന്ന് അദ്ദേഹം പറഞ്ഞതുകൂടി സാന്ദർഭികമായി ഓർത്തു, അത് പറഞ്ഞു എന്ന് മാത്രം. ശ്രീ സജീവൻ, ഇതിലൊരു കാര്യം, ഇപ്പോൾ യാതൊരു തർക്കവുമില്ല, RSS നയിക്കുന്ന ഹിന്ദുത്വ വർഗീയ ശക്തികളെ പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ പ്രതിരോധിക്കേണ്ടതാണ്. SDP ആകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, ഇത്തരം മതന്യൂനപക്ഷ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്തെ തീവ്രവാദ വർഗീയ സംഘടനകൾ, ശക്തികൾ, അതിലൊരു തർക്കവുമില്ല. അങ്ങനെ അവരുടെ പിന്തുണ വാങ്ങിച്ചതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഈ വിധം ആക്ഷേപം ഇപ്പോൾ കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ അത് വലിയ ആക്ഷേപം ലീഗിനും തോന്നുന്നത്? കാരണം 4.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടും അത് ഈ വർഗീയ സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് വർഗീയ വിരുദ്ധ നിലപാട് അതിശക്തമായി എടുക്കുന്ന ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക്, ഒരു ഇടതുപക്ഷ നിലപാടിന് വളരെ ശക്തമായി ഇത് വർഗീയ ശക്തികളുടെ അക്കൗണ്ടിലാണ് ആ വിജയം എന്ന് വരെ പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് ആക്ഷേപകരമായൊരു സാഹചര്യം വയനാട്ടിൽ ക്ഷണിച്ചു വരുത്തിയോ കേരളത്തിലെ UDF? അങ്ങനെ വിജയരാഘവനിൽ നിന്ന് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു വലിയ അവഹേളനം സംഭവിച്ചതുപോലെ അവർക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഇതാണോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി UDFന് സംഭവിച്ച പതനം? വയനാട്ടിലെ തന്നെ വലിയ വിജയത്തെ തന്നെ പരാജയത്തിന് സമാനമായ നിലയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ബുദ്ധിമുട്ട്, തിരിച്ചടി സംഭവിക്കുന്ന പശ്ചാത്തലം അവിടെ ഉണ്ടായോ? 2 കോൺഗ്രസിനകത്ത് അതുപോലെ മുസ്ലിം ലീഗിനകത്ത് ഈ സഹകരണം കൊണ്ടുണ്ടാകുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സ് അത് ചെറുതാണോ അതോ ഗൗരവമുള്ളതാണോ? വിജയരാഘവൻ നടത്തിയിട്ടുള്ള പ്രസ്താവന, അദ്ദേഹം നടത്തിയുള്ള പ്രസംഗം, അതിലെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ടാണ് ഇവിടെ ഷാഫി ആണെങ്കിലും UDFന്റെ എല്ലാ നേതാക്കന്മാരാണെങ്കിലും പറയുന്നത്. 4.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള പ്രിയങ്ക ജയിച്ചത് ഇത് പറ്റി ഇവരുടെ SDP-യുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണ്. കാരണം 4.5 ലക്ഷം വോട്ട് SDP-ക്കും ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ ഉണ്ടോ എന്നുള്ള തരത്തിലാണ് ചോദിക്കുന്നത്. ഇതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കാതെ നമുക്ക് നോക്കേണ്ടത്, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പല ഘട്ടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDP ആണെങ്കിലൊക്കെ അവർ പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അമിതാവേശം. നമ്മൾ പാലക്കാട്ടൊക്കെ കണ്ടില്ല, പാലക്കാട്ട് ജയത്തിന്റെ പിന്നാലെ ആദ്യം ഇപ്പൊ സ്വാഭാവികമായിട്ടും അതാണ് വിജയരാഘവൻ. ഈ അമിതാവേശത്തിന്റെ കാര്യം അത് വളരെ കൃത്യമായിട്ടുണ്ട്. അത് തുടക്കത്തിൽ തന്നെ ഈ SDP ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പിന്തുണ പറയുമ്പോഴേക്കും ഇവിടെ നമുക്കറിയാം, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ VD സതീശനൊക്കെ അതിനെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല, ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം എന്നൊക്കെ പറയുന്ന ഒരു ആലങ്കാരികമായിട്ട് വാക്കിനപ്പുറത്ത് ഇത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ പറയുകയും അതിനേക്കാൾ ആവേശത്തോട് കൂടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കുറെ കാലത്ത് തെരഞ്ഞെടുപ്പ് കണ്ടാണല്ലോ, ഈ SDP ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും വളരെ ആവേശത്തോട് കൂടിയിട്ട് ഈ രംഗത്തുണ്ടായിരുന്ന കാര്യം, അതിനെയാണ് ആലങ്കാരികമായിട്ട് ഇവിടെ പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് എത്തിയതിനെ കുറിച്ച് വിജയരാഘവൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഈ ഒരു SDP-യുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഈ ഒരു രംഗപ്രവേശം അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ ശക്തമായിട്ടുള്ള പ്രശ്നമായിട്ടുണ്ട്. ഷാഫിക്ക് അറിയാതെ മുസ്ലിം പ്രത്യേകിച്ച് സുന്നി വിഭാഗത്തിൽ നല്ലൊരു ശതമാനം, ഞാൻ ഇന്ന് പോലെ കേൾക്കുകയായിരുന്നു, ഈ സോഷ്യൽ മീഡിയ അത് ധാരാളമായിട്ട് ഉണ്ട്. പല ആളുകളും സമസ്തയിലെ പല നേതാക്കന്മാർക്കും വന്നിട്ടുള്ള ഈ അപഭ്രംശം, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദുകളുടെയും ഒക്കെ ആ നിലപാടുകൾക്ക് അനുകൂലമായിട്ട് സുന്നി വിഭാഗക്കാർ, സുന്നി നേതാക്കന്മാർ രംഗത്ത് വരുന്നതിനെ കുറിച്ചിട്ട് വളരെ രൂക്ഷമായ രൂപത്തിലുള്ള പ്രസംഗങ്ങൾ ആ മറുപടുത്തുണ്ട്. ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതുണ്ട്. അത് ഈ സംഭവത്തിന് ശേഷമാണ്, ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് ശക്തമായിട്ട് വരുന്നത്. പല നേതാക്കന്മാരെയും നേരത്തെ നമുക്കറിയാം, CIC-യുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ അവർ ഹക്കീം ഫൈസി അതിർശ്ശേരിക്കൊക്കെ അദ്ദേഹം രംഗത്ത്. പക്ഷെ ഇപ്പോഴും എടുത്തു പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മതരാഷ്ട്രവാദം അത് ഇവർ അംഗീകരിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങള് ഈ സുന്നി നേതാക്കന്മാരിലേക്ക് കൂടി വരുന്നു എന്ന രീതിയിൽ പട്ടിക്കാട് ജാമിയ നൂരിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ പല
ഉസ്താദുമാർക്കെതിരെ പോലും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ ചർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ SDP ആദർശങ്ങളും അവരുടെ നിലപാടുകളും ഇപ്പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു ചർച്ചയായിട്ട് വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ വിജയരാഘവൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനൊരിക്കലും ന്യായീകരിക്കില്ല. 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച പ്രിയങ്ക ഗാന്ധി ഈ 2 പ്രസ്ഥാനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. കാരണം അവർക്ക് അത്ര വോട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അവർക്ക് അതിനേക്കാൾക്ക് വളരെ കുറച്ച് വോട്ടേ ഉള്ളൂ. പക്ഷേ അവരുടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ ആവേശം ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതലായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. അത് ഈ ഇസ്ലാമിക വിഭാഗത്തിൽ തന്നെ സുന്നികൾക്കിടയിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയായിട്ടും പ്രത്യാരോപണങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. ആ പ്രസ്ഥാനം സുന്നികൾക്കിടയിൽ വലിയ പോരാട്ടം, അകത്തുള്ള പോരാട്ടം ശക്തിപ്പെടുന്നതിൽ വലിയ കാരണമായിട്ട് ഇത് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി.